ഈ നടന്മാർ ഇപ്പോൾ എവിടെയാണുള്ളത്? ഇവരുടെ ഒരു ഔദ്യോഗിക പ്രതികരണം ഉണ്ടാകുമോ ഇക്കാര്യത്തിൽ? നമുക്കത് പ്രതീക്ഷിക്കണോ? അതല്ലെങ്കിൽ ഈ വീട്ടിൽ മറ്റാരെങ്കിലും ഉണ്ടോ? അങ്ങനെ കുടുംബാംഗങ്ങളുടെയോ മറ്റോ ഈ ഉയരുന്ന ആക്ഷേപത്തിൽ ഒരു പ്രതികരണം നമുക്ക് പ്രതീക്ഷിക്കണോ? സജിത്ത്, നമുക്കറിയാം കഴിഞ്ഞ കുറെ നാളുകളായി മമ്മൂട്ടിയും കുടുംബവും ചെന്നൈയിലാണ് താമസം. അദ്ദേഹത്തിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് കുടുംബം എല്ലാവരും തന്നെ ചെന്നൈയിലേക്ക് മാറിയത് 2-3 മാസമായി അവർ അവിടെ തന്നെയാണ്. പ്രത്യേകിച്ച് ദുൽഖർ സൽമാൻ വളരെ കുറവ് മാത്രമേ ഇവിടെ കേരളത്തിലേക്ക് എത്തുകയുള്ളൂ. അദ്ദേഹം കൂടുതലായും മറ്റ് ഭാഷകളിലേക്കുള്ള സിനിമ ചിത്രീകരണം ആ രീതിയിൽ പുരോഗമിക്കുകയാണ്. എന്തായാലും ദുൽഖർ സൽമാൻ ഈ വീട്ടിലേക്ക് ഇല്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കേരളത്തിലില്ല, അദ്ദേഹം ചെന്നൈയിൽ തന്നെയാണ്. പൃഥ്വിരാജ് എവിടെയാണെന്നതിൽ ഇപ്പോഴും വ്യക്തത കൈവന്നിട്ടില്ല. എന്തായാലും എറണാകുളത്തെ ഫ്ളാറ്റിൽ ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. തിരുവനന്തപുരത്താണോ അത് മറ്റേതെങ്കിലും സിനിമ ലൊക്കേഷനിലാണോ എന്നതിലുമൊക്കെ കുറച്ചുകൂടി നമുക്ക് വ്യക്തത കൈവരേണ്ടതുണ്ട്. എന്തായാലും ദുൽഖറോ മമ്മൂട്ടിയോ അദ്ദേഹത്തിന്റെ കുടുംബമോ ആരും തന്നെ ഈ പനമ്പള്ളി നഗറിലെ വീട്ടിലോ ഇളമക്കരയിലോ വീട്ടിലോ ഇല്ല. ഈ 2 വീടുകളും അടഞ്ഞു കിടക്കുകയാണ്. ഇവിടെ ഒരു സെക്യൂരിറ്റി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. എന്തായാലും ഇവർക്ക് കസ്റ്റംസിന്റെ ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു റെയ്ഡ് തന്നെയാണ്. മിക്കവാറും ഇവരെ അറിയിച്ചതിന് ശേഷമായിരിക്കും ഇവിടെ ഒരു റെയ്ഡ് നടക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇവരാരും തന്നെ, ഈ നടന്മാരാരും തന്നെ ഇവിടെ ഇല്ല, കേരളത്തിലില്ല. ചെന്നൈ, പ്രത്യേകിച്ചും ദുൽഖർ സൽമാൻ ചെന്നൈയിലാണ്, കുടുംബത്തോടൊപ്പം ചെന്നൈയിലാണ്. നടൻ മമ്മൂട്ടിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് കുറച്ച് നാളുകളായി അവർ ചെന്നൈയിൽ തന്നെയാണ് താമസിക്കുന്നത്. എന്തായാലും ഈ 2 വീടുകളും അടഞ്ഞു കിടക്കുകയാണ്. കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ പരിശോധന ഈ വീട്ടിൽ പുരോഗമിക്കുകയാണ്. ഇനി ഇവർക്ക് എന്താണ് ഇതിലൊരു വിശദീകരണം നൽകാൻ കഴിയുക, അല്ലെങ്കിൽ എന്ത് വിശദീകരണമായിരിക്കും ഇവർ നൽകുക എന്നത് കാത്തിരിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ ഇവരുടെ പ്രതികരണത്തിനുള്ള ഒരു സാധ്യത കുറവാണ്. പക്ഷേ ഇനി അവർ വരും മണിക്കൂറിലൊക്കെ പ്രതികരിക്കാനുള്ള ഒരു സാധ്യതയും ഏറെയാണ്. കാരണം ഇത്രയും വലിയ ഒരു തട്ടിപ്പിന്റെ വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇവരെ പോലുള്ള നടന്മാരിൽ നിന്നും എന്താണ് അവരുടെ ഒരു വിശദീകരണം, അവരറിഞ്ഞുകൊണ്ട് തന്നെയാണോ ഈ തട്ടിപ്പിന് കൂട്ടുനിന്നത് എന്നതിലൊക്കെ ഒരു കൃത്യത കൈവരേണ്ടതുണ്ട്. അതിനാൽ ഇവരുടെ പ്രതികരണവും നമുക്ക് വൈകാതെ പ്രതീക്ഷിക്കാം. ദുൽഖർ സൽമാൻ ഇപ്പോൾ എന്തായാലും കേരളത്തിലില്ല, അദ്ദേഹം ചെന്നൈയിലാണ്. പൃഥ്വിരാജ് എവിടെയെന്നതിൽ വ്യക്തത കൈവന്നിട്ടില്ല. അതും നമുക്ക് വരും മണിക്കൂറുകളിൽ അറിയാനും സാധിക്കും. സജിത്ത്, അതാണ് സാഹചര്യം. എന്തായാലും വലിയ ആക്ഷേപമാണ് ഈ ഉയരുന്നത്. ഇത് സംബന്ധിച്ചുള്ള പരിശോധനകളാണ് നടക്കുന്നത്. പൃഥ്വിരാജിൻ്റെയും ദുൽഖർ സൽമാന്റെയും കൊച്ചിയിലെ വീടുകളിലാണ് പരിശോധന നടക്കുന്നത്. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരടക്കം അവിടെ എത്തിയിട്ടുണ്ട്. കസ്റ്റംസിന്റെ പരിശോധനയ്ക്ക് പിന്നാലെയാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ കൂടി എത്തിയിരിക്കുന്നത്. വ്യാപകമായി ഇത്തരത്തിൽ വാഹനങ്ങൾ കടത്തിക്കൊണ്ടുവരുന്നതിന് പിന്നിൽ വലിയ സംഘമുണ്ട്. മുൻകാലങ്ങളിൽ ഈ വാഹനക്കടത്തുമായി ബന്ധപ്പെട്ട് വിദേശങ്ങളിൽ നിന്നും മറ്റും നികുതി വെട്ടിച്ച് വാഹനം കടത്തുന്ന വാർത്തകളാണ് വന്നതെങ്കിൽ ഇപ്പോൾ അയൽരാജ്യമായ ഭൂട്ടാനിൽ നിന്നും സെക്കൻഡ് ഹാൻഡായി വാങ്ങുന്ന വാഹനങ്ങൾ, ഉപയോഗിച്ച വാഹനങ്ങൾ വാഹനഭ്രമം മൂത്ത വ്യവസായികളും നടന്മാരും ഒക്കെ വാങ്ങുമ്പോൾ അതിന് പിന്നിൽ നടക്കുന്ന വലിയ തട്ടിപ്പാണ് വാർത്തയാവുന്നത്. കസ്റ്റംസ് രാജ്യവ്യാപകമായ പരിശോധന നടത്തുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് കൊച്ചിയിലെ ഈ നടന്മാരുടെ വീട്ടിലും ഇപ്പോൾ പരിശോധന നടക്കുന്നത്. ഔദ്യോഗികമായി ഈ പരിശോധന എന്താണ്, ഇതിലൂടെ ലക്ഷ്യമിടുന്നത് എന്താണ് ഈ ആക്ഷേപം എന്നടക്കമുള്ള ഒരു ഔദ്യോഗിക വിശദീകരണം കൂടി പുറത്തു വരേണ്ടതുണ്ട്. എന്തായാലും പരിശോധനകൾ തുടരുകയാണ്. കൊച്ചിയിലെ വിവിധ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് പൃഥ്വിരാജിൻ്റെ തിരുവനന്തപുരത്തെ വീട്ടിലും പരിശോധന ഉണ്ടാകുമെന്ന സൂചന ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ പരിശോധന ഇതുവരെ നടന്നിട്ടില്ലെന്ന് വേണം മനസ്സിലാക്കാൻ. ആ വീട്ടിൽ ആരും തന്നെ ഇപ്പോഴില്ല. അതുകൊണ്ട് തന്നെ കൊച്ചിയിലെ ഫ്ലാറ്റിലാണ് 2 ഇടങ്ങളിലായി പരിശോധന നടക്കുന്നുവെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. നവമി, ഒരു കാര്യം കൂടി, ഈ കസ്റ്റംസ് സംഘം അവിടുന്ന് മടങ്ങിയിട്ടുണ്ടോ അതോ പരിശോധന ഇപ്പോഴും അവിടെ നടക്കുകയാണോ? ഇനി കൊച്ചിയിലെ കൂടുതൽ ഇടങ്ങളിലേക്ക് ഇന്നത്തെ ദിവസം തന്നെ പരിശോധന നടക്കാൻ സാധ്യതയുണ്ടോ? ഇത് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ഇപ്പോഴും ദുൽഖർ സൽമാന്റെ ഇളംകുളത്തെ വീട്ടിൽ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടേക്കാണ് നമ്മൾ അല്പസമയം മുൻപ് ദൃശ്യങ്ങൾ കണ്ടു. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും അവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും 3 മണിക്കൂറോളം പിന്നിട്ടു ഈ ഒരു പരിശോധന. അതിങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്നും നിർണായകമായിട്ടുള്ള രേഖകൾ കണ്ടെത്താനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ പരിശോധന നീളുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. കാരണം പൃഥ്വിരാജിന്റെ വീട്ടിൽ വളരെ വേഗത്തിൽ പരിശോധന പൂർത്തിയാക്കി അവരവിടെ നിന്ന് മടങ്ങിയിരുന്നു. കാരണം അവിടെ നിന്ന് പ്രത്യേകിച്ച് ഒന്ന് വാഹനമോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട രേഖകളോ ഉദ്യോഗസ്ഥർക്ക് കണ്ടെത്താൻ കഴിയാത്തതിനെ തുടർന്ന് അവർ പെട്ടെന്ന് തന്നെ റെയ്ഡ് പൂർത്തിയാക്കി മടങ്ങുകയും ചെയ്തു. തിരുവനന്തപുരത്തും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇവിടെ ഇപ്പോഴും ദുൽഖറിന്റെ വീട്ടിൽ പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 3 മണിക്കൂറോളം ഈ പരിശോധന റെയ്ഡ് പിന്നിട്ടിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ ഇവിടെ നിന്ന് നിർണായകമായിട്ടുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടാകും എന്നാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. എന്തായാലും കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്ക് ഇതിൽ എന്തെങ്കിലും
വിശദീകരിക്കാനുണ്ടോ എന്ന് നമ്മൾ കാത്തിരിക്കുകയാണ്. അവർ ഈ പരിശോധന പൂർത്തിയാക്കി പുറത്തു വന്നതിന് ശേഷം അവരിൽ നിന്ന് തന്നെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കും. ഒപ്പം മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും ഇവിടെ എത്തിയിട്ടുണ്ട്. ആ ഉദ്യോഗസ്ഥൻ മാധ്യമങ്ങളോടായി പറഞ്ഞത് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ വിളിച്ചതിന് ശേഷമാണ് ഇങ്ങോട്ടേക്ക് വന്നത്. കൂടുതൽ വിവരങ്ങളൊന്നും അറിയില്ല. അടുത്ത ഘട്ടമെന്നോണം ഈ വാഹനം കണ്ടുകെട്ടുന്നതടക്കമുള്ള നടപടികളിലേക്ക് കടക്കുമോ എന്നതിലൊക്കെ ഇപ്പോൾ പറയാൻ കഴിയില്ല എന്നുകൂടിയാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും എളംകുളം ദുൽഖർ സൽമാൻ താമസിച്ചിരുന്ന വീട്ടിൽ ഇവിടെയാണ് ഈ വാഹനങ്ങളുടെ ശേഖരമുള്ളത്. അവിടെ തന്നെയാണോ ഈ ഇപ്പോൾ പറയപ്പെടുന്ന ഭൂട്ടാനിൽ നിന്നും നികുതി വെട്ടിച്ച് എത്തിച്ച വാഹനം സ്വന്തമാക്കിയ ദുൽഖർ ആ വാഹനം ഇവിടെ തന്നെയാണോ സൂക്ഷിക്കുന്നത് എന്നതാണ് അന്വേഷണ സംഘം ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പരിശോധന ഇപ്പോൾ 3 മണിക്കൂറോളം പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കൂടുതൽ വ്യക്തത കൈവരാൻ ഉണ്ടാകും. ഇനി പൃഥ്വിരാജിന്റെ ഫ്ളാറ്റിലും വീട്ടിലും നടത്തിയ പരിശോധനയിൽ വാഹനം കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല. ആഡംബര വാഹനങ്ങളാണ് ഇവർ സ്വന്തമാക്കിയിരിക്കുന്നത്. ഡിഫൻഡർ പോലുള്ള ആഡംബര വാഹനങ്ങൾ അത് കുറഞ്ഞ തുകയ്ക്കാണ് ഇടനിലക്കാർ ഭൂട്ടാനിൽ നിന്നും സ്വന്തമാക്കുന്നത്. അത് പിന്നീട് ഇവരിലേക്ക് എത്തുമ്പോൾ ഇരട്ടി തുക കൊടുത്താണ് ഇവർ ആ വാഹനം സ്വന്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് വലിയൊരു തട്ടിപ്പ് ആണ്, ഇതിന് പിന്നിൽ വലിയൊരു മാഫിയ തന്നെ പ്രവർത്തിക്കുന്നു എന്ന് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായി അവരുടെ ഒരു പരിശോധന കുറച്ചു നാളുകളായി ഇതിന്റെ പിന്നാലെ ഒരു അന്വേഷണം നടക്കുന്നുണ്ടായിരുന്നു. ആ അന്വേഷണങ്ങൾക്ക് ഒടുവിലാണ് ഇപ്പോൾ പൃഥ്വിരാജിന്റെയും ദുൽഖറിന്റെയും അമിത് ചക്കാരിക്കലിന്റെയും വാഹനങ്ങളിലേക്ക് അവരുടെ ഒരു അന്വേഷണം എത്തി നിൽക്കുന്നതും അതുമായി ബന്ധപ്പെട്ട ഈ വാഹനം കണ്ടുകെട്ടുന്നത് അടക്കമുള്ള നടപടികളിലേക്ക് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ കടന്നിരിക്കുന്നതും. എന്തായാലും ഇപ്പോൾ ദുൽഖർ സൽമാന്റെ എളംകുളത്തെ വീട്ടിൽ ആ ഒരു കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ പരിശോധന മണിക്കൂറുകളായി പിന്നിട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് MVD ഉദ്യോഗസ്ഥരും എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ ഈ റെയ്ഡ് പൂർത്തിയാക്കി ഇവർ പുറത്തു വരുമ്പോൾ നമുക്കിതിൽ കൂടുതൽ വ്യക്തത അറിയാൻ സാധിക്കും. സജിത്ത്. യെസ്, ഔദ്യോഗികമായ ഒരു വിശദീകരണം വരേണ്ടതുണ്ട്. എന്തായാലും വിപുലമായ ഒരു പരിശോധനയാണ് നടക്കുന്നത്. ഓപ്പറേഷൻ നുങ്കൂർ എന്ന് പേരിട്ടിരിക്കുന്ന പരിശോധനയിൽ ഭൂട്ടാനിൽ നിന്നും ഉപയോഗ വാഹനങ്ങൾ നികുതി നൽകാതെ രാജ്യത്തേക്ക് കടത്തിയതുമായി ബന്ധപ്പെട്ട പരിശോധനയാണ്. ആ കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടക്കുന്നത്. വിവിധയിടങ്ങളിൽ കേരളത്തിലേക്ക് ഈ വാഹനം വന്ന ഇടങ്ങളിലാണ് ഇപ്പോൾ സംസ്ഥാനത്തെ പരിശോധന. അതിൽ ചില പ്രധാനപ്പെട്ട നടന്മാരെ കൂടി ഈ വാഹനം വാങ്ങി എന്ന കണ്ടെത്തലിലാണ് പൃഥ്വിരാജിൻ്റെയും ഒപ്പം തന്നെ മറ്റു നടന്മാരുടെയും വീട്ടുകളിലേക്ക് കൂടി പരിശോധന നടക്കുന്നത്. പൃഥ്വിരാജിൻ്റെ കൊച്ചിയിലെ വീട്ടിൽ പരിശോധന നടക്കുന്നു. ദുൽഖർ സൽമാൻ്റെ കൊച്ചിയിലെ വീട്ടിൽ പരിശോധന അതിപ്പോഴും തുടരുകയാണ്. എന്തായാലും കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ഔദ്യോഗികമായി ഈ പരിശോധന സംബന്ധിച്ച ഒരു ഔദ്യോഗിക വിശദീകരണം നൽകേണ്ടതുണ്ട്. അതിന് കാത്തിരിക്കാം. അവർ ഇപ്പോഴും പരിശോധന അവിടെ തുടരുകയാണ്. സംസ്ഥാനത്തെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ കൂടി അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവർ കൂടി ഈ പരിശോധനയുടെ ഭാഗമാകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഭൂട്ടാനിൽ നിന്നും അയൽ സംസ്ഥാനമായ ഹിമാചൽ പ്രദേശിലേക്ക് എത്തിച്ച് അവിടെ രജിസ്റ്റർ ചെയ്ത് പിന്നീട് കേരളത്തിലേക്ക് വാഹനം കടത്തി എന്നതാണ്. അത് പൂർണ്ണമായും നിയമപരമാണോ? അതിൽ സംഭവിച്ചത് എന്താണ്? ഇടനിലക്കാരായി നിന്നവരിൽ നിന്ന് വാഹനം വാങ്ങുക മാത്രമാണോ ഉണ്ടായതോ? അതല്ലെങ്കിൽ ഇത് ഭൂട്ടാനിൽ നിന്നും നിയമവിരുദ്ധമായി കൊണ്ടുവന്നതാണ്, നികുതി അടച്ചിട്ടില്ല തുടങ്ങിയ കാര്യങ്ങൾ ബോധ്യപ്പെട്ടുകൊണ്ട് തന്നെയാണോ ഇതിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് ഈ നടന്മാരും ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത് എന്നടക്കമുള്ള നിരവധി ചോദ്യങ്ങളുണ്ട്. എന്തായാലും നേരത്തെയും സംസ്ഥാനത്ത് ചില പ്രധാനപ്പെട്ട വ്യക്തികൾ ഇത്തരത്തിൽ വാഹനങ്ങൾ നികുതി അടയ്ക്കാതെ രാജ്യത്തേക്ക് കൊണ്ടുവന്നതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ നേരത്തെയും ഉണ്ടായിട്ടുള്ളത്. വിദേശങ്ങളിൽ നിന്നും വാഹനം ഇറക്കുമതി ചെയ്തതുമായി ബന്ധപ്പെട്ട വിവാദം നേരത്തെ ഉണ്ടായിട്ടുണ്ട്. ഒപ്പം പോണ്ടിച്ചേരിയിൽ, അയൽ സംസ്ഥാനമായ പോണ്ടിച്ചേരിയിൽ നികുതി കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായി വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്ത് കേരളത്തിൽ ഉപയോഗിക്കുന്ന തട്ടിപ്പുകൾ മുമ്പും ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ അന്ന് ആ ഘട്ടത്തിൽ വാർത്തയായതാണ്. വീണ്ടും ഉയരുന്നു. ഭൂട്ടാനിൽ നിന്നും ഉപയോഗ വാഹനങ്ങൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് കേരളത്തിലടക്കം കൊണ്ടുവന്നത് ഉപയോഗപ്പെടുത്തുന്നത് നികുതി അടയ്ക്കാതെയാണ്, നികുതി വെട്ടിപ്പാണ് ഇതിന് പിന്നിൽ നടന്നിരിക്കുന്നത് എന്ന ആക്ഷേപമുണ്ട്.